മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. എന്റെ പ്രിയപ്പെട്ടവരെ, ജന്നത്തുൽ ബഖിയുടെ മധ്യസ്ഥാനത്ത് കിടക്കുന്ന ഉസ്മാൻ തങ്ങള് ഖബറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഖബർ കണ്ടു കഴിഞ്ഞാൽ തന്റെ താടി രോമത്തിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്, കണ്ണിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാ. സ്വഹാബികൾ പോലും ചോദിക്കുന്ന ഉസ്മാൻ തങ്ങള്, നരകം പറയുമ്പോ ഇതുപോലെ കരയാറില്ലല്ലോ, പരലോകം പറയുമ്പോ ഇതുപോലെ കരയാറില്ലല്ലോ, സിറാത്തിനെ കുറിച്ച് പറയുമ്പോൾ ഇതുപോലെ കരയാറില്ലല്ലോ, മരണത്തെ കുറിച്ച് പറയുമ്പോ ഇതുപോലെ കരയാറില്ലല്ലോ, ഖബറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാ തങ്ങളെ ഇങ്ങനെ കരയുന്നത്? അവിടെന്ന് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? സഹാബാ, അൽ ഖബർ അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. പള്ളിപ്പറമ്പില് രക്ഷപ്പെട്ട് കഴിഞ്ഞ ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും രക്ഷപ്പെട്ടു സ്വഹാബാ. പള്ളിപ്പറമ്പിലല്ലേ രക്ഷപ്പെടേണ്ടത്? അതുകൊണ്ട് ചെറുപ്പക്കാരാ, ചിരിക്കല്ലേടാ, തമാശ പറയല്ലേടാ, രാഷ്ട്രീയം പറയല്ലേ, കുടുംബകാര്യം പറയേണ്ട സ്ഥലമല്ല പള്ളിപ്പറമ്പ്. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരം മളമാ സുബ്ഹാനാ, റബ്ബിയതിൽ കിടക്കേണ്ടതാ നസുമാനാ. ഇതൊക്കെ ചിന്തിച്ചോ നീ കരയുക സോദരാ, എങ്കിൽ സുറൂറായി നീ കിടക്കും മറുകരാ. ഖബറിനെ കുറിച്ച് പള്ളിയിലെ ഉസ്താദന്മാര് വഅദ് പറഞ്ഞു കഴിഞ്ഞ പേടിക്കണമടാ ചെറുപ്പക്കാരാ. ഖബറിനെ കുറിച്ച് പറയുന്നത് പേടിക്കണം പൊന്നുമോര്. ഖബർ കണ്ടാ കരയട്, ഖബർ കണ്ടാ കരയട് മോനെ. പള്ളിപ്പറമ്പിലെ ഖബർ കണ്ടു കഴിഞ്ഞാൽ അല്ലാഹുവേ